സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. തുടങ്ങല്ലേ? അപ്പോൾ ഞാനിന്ന് എക്സൽ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ എനിക്ക് പറഞ്ഞില്ലേ, പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ തന്നെ ഡേറ്റയെക്കുറിച്ച് പഠിക്കണം. ഡേറ്റയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. കോഡിൻ്റെ ലോജിക്കില്ല, ഡേറ്റ പ്രോസസ്സിംഗ് ആണ് നമ്മൾ പ്രോഗ്രാമിലൂടെ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് ഡേറ്റ? എന്താണ് ഡേറ്റ? ഏതൊരു പീസ് ഓഫ് ഇൻഫർമേഷനും ഡേറ്റയാണ്. എൻ്റെ പേര് ഡേറ്റയാണ്, വയസ്സ് ഡേറ്റയാണ്, എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ഷുഗർ, പ്രഷർ, അതേപോലെ തന്നെ എൻ്റെ നിറം, എന്തൊക്കെയുണ്ടോ അതെല്ലാം ഡേറ്റയാണ്. പക്ഷേ ഡേറ്റ നമ്മൾ റോയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ തന്നെ അങ്ങ് ഡേറ്റ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ മനുഷ്യന് ഇത് ഐഡൻറ്റിഫൈ ആയിരിക്കും. പക്ഷേ മെഷീനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അറിയാലോ, മനുഷ്യനെ തന്നെ അറിയുന്നില്ല എന്തിനാണ് മെഷീൻ്റെ അവസ്ഥ. അപ്പം മെഷീനോട് പറയുമ്പോഴായാലും മനുഷ്യനോട് പറയുമ്പോഴായാലും നിങ്ങൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ ഹെഡേഴ്സ്. ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഹെഡേഴ്സ്. ഹെഡർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളാണ്, അതൊരു ഫീൽഡാണ്. അതൊരു വേരിയബിളായിട്ട് ആക്ട് ചെയ്യും. അതിനേക്കാണ് ബാക്കിയുള്ള വാല്യൂസ് ആഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹെഡർ എന്ന് പറഞ്ഞാൽ ആ ഹെഡറിൻ്റെ ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിൽ ഒരേ തരം ഡേറ്റ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ തരം ഡേറ്റ എല്ലാം കൂടെ ചേരുന്നത് ഇപ്പം നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിലേക്കായിരിക്കും. അതിനകത്ത് മിക്സഡ് നമ്പേഴ്സ് വരാം. എന്ന് വെച്ചാൽ നമ്പറും പേരും കൂടെ ഒന്നിച്ച് വരാൻ പാടില്ല. കാരണം ഇതിന് ഹെഡേഴ്സിന് വേണ്ടിയിട്ടൊരു സർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്. നമുക്കറിയാം എക്സൽ നമുക്കറിയുന്ന സാധനം തന്നെയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു. ഇവിടെ ഞാനൊന്ന് പ്രഷർ, അതേപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ. ഇപ്പോൾ ഇത് മീനിങ് ഫുള്ളായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓരോ ഡേറ്റയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് ഓരോ ഡേറ്റയും ഉദ്ദേശിക്കുന്നത്? സോ ഇതാണ്, ഈ കോളം നെയിംസിനെയാണ് ഹെഡേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പൈത്തൺ ഡിക്ഷണറീസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കീ വാല്യൂ പെയർ, ഇതൊരു കീ ആണ്, അതൊരു വാല്യൂ ആണ്. ഞാനൊന്നും പറഞ്ഞാണ് ഓരോ ഡേറ്റയും നമ്മളുടെ ഡിക്ഷണറിയാണ് നമ്മൾ റിയൽ ലൈഫിലുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എക്സലിൻ്റെ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ സെക്ഷനോട് അത് കണ്ടിട്ട് വന്നാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞില്ല, പ്രോഗ്രാമിംഗ് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം നിങ്ങൾ ഡേറ്റയായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. സോ ദ സെക്കൻഡ് കാറ്റഗറി, നമ്മൾ എങ്ങനെയാണ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ? ഡേറ്റ മൂന്നാമത്തെ ഇരിക്കുന്ന പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ഡേറ്റ. സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവും, നിങ്ങൾക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് കോളം സെല്ലിലാണ് സാധനം കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് ഡേറ്റ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതിനെ ബ്ലോക്ക് സ്റ്റോറേജ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെല്ലാം ബ്ലോക്സ് ആണ്. ഏത് ബ്ലോക്കിൽ എന്ത് തരം ഡേറ്റ ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോയിന്റ് ചെയ്യാം, ഇവിടെയാണ് സാധനം കിടക്കുന്നത് പറയാം. അൺസ്ട്രക്ചേർഡ് ഡേറ്റ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണ് എവിടെയാണ് എങ്ങും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനൊരു സർട്ടൺ പാറ്റേൺ ഒന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല സാധനം. എന്നുവെച്ചാൽ ഒരു ക്ലട്ടറാണ്, ഒരു എല്ലാ ഡേറ്റകളും ഒന്ന് ഡംപ് ചെയ്തേക്കുമായിരിക്കും. അതിനകത്തൊരു സ്ട്രക്ചറൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഉണ്ടാവും, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡേറ്റ ഉണ്ടാവും. ചിലതിന് പറഞ്ഞ പോലെ എന്തെങ്കിലും ജസ്റ്റ് എക്സ്പ്ലനേഷനൊന്നും കാണത്തൊന്നുമില്ല. അങ്ങനെയുള്ളതിനാണ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം എക്സൽ ഷീറ്റ് ശരിക്കും സ്ട്രക്ചേർഡ് ഡേറ്റയാണ്, അറിയാലോ. റോസും കോളംസും ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എവിടെയാണ് സാധനം കിടക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. എക്സൽ എന്ന് പറഞ്ഞത് എക്സൽ എന്നല്ല, ഞാൻ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് വിളിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വരും. ഗൂഗിൾ ഷീറ്റ്സ് വരും, മൈക്രോസോഫ്റ്റ് എക്സൽ വരും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്നാണ് ഈ പറഞ്ഞ ടാബുലർ ഡിസൈനെ വിളിക്കുന്നത്. ഡേറ്റാബേസിലേക്ക് വരുവാണെങ്കിൽ ഇതിനെ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ RDBMS എന്ന് വിളിക്കും. ഇത് രണ്ടിനിടയിൽ വരുന്ന സാധനമാണ് ഈ പറഞ്ഞ സെമി സ്ട്രക്ചർ ഡേറ്റ. സ്ട്രക്ചർ ആയിട്ടുണ്ട്, പക്ഷേ റീഡബിളുമാണ്. എന്നാൽ കൃത്യമായ ടാബുലർ ഡിസൈൻ കൊണ്ട് ഒരു സ്കീമ ഇല്ലാത്ത സാധനം, ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇന്ന ഭാഗത്ത് ഇന്നതേ വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനമാണ്. പക്ഷേ റീഡബിളാണ്, മെഷീൻ റീഡബിളാണ്, ഹ്യൂമൻ റീഡബിളാണ്. അങ്ങനെ ഒരു ഡേറ്റയാണ് നമ്മളന്ന് എക്സൽ ഷീറ്റിനകത്ത് കണ്ടത്. അല്ല, നമ്മളുടെ പൈത്തൺ ഡിക്ഷണറീസിൽ കണ്ടത്. ഇത് നമ്മൾ പൈത്തൺ ഡിക്ഷണറിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓബ്ജക്ട്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കൊടുത്തത് തന്നെയാണ്. നെയിമുണ്ട്, വയസ്സുണ്ട്, ആൾ താമസിക്കുന്ന സിറ്റി ഉണ്ട്, അതിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്. നേരത്തെ കാണിച്ച അതേ സാധനം തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. പക്ഷേ സ്കീമ ഇല്ല എന്നുള്ളൂ, ഡിഫറെൻറ്റ് കൈൻഡാണ്.
ബട്ട് ഇവിടെ വരെ ഓക്കെയാണ്. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കിഡ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അതിനകത്ത് കീ വാല്യൂ പേര് വരുന്നുണ്ട്, വീണ്ടും 2 ഹെഡേഴ്സ് വരുന്നു. ആ 2 ഹെഡേഴ്സിനെ നമുക്ക് ടേബിളിലൊന്നും ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇടുവാണെങ്കിൽ തന്നെ കിഡ്സ് എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മെയിലും ഫീമെയിലും എവിടെ ഇടുക? അതൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ല ഉണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിനെ വേറെ തന്നെയാണ് വിളിക്കുന്നത്. ഇതിനെ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഡോക് ഫോർമാറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ NoSQL, അല്ലെങ്കിൽ എന്താണ് സെമി സ്ട്രക്ചർഡ് ഡേറ്റ എന്ന് വിളിക്കും. നമ്മളുടെ ഇമെയിൽ അയക്കുന്നതൊക്കെ സെമി സ്ട്രക്ചർഡ് ഡേറ്റയാണ്. കാരണം നമുക്കറിയാം ഓരോന്നിനും ഓരോ ഭാഗമുണ്ട്. പക്ഷേ ബോഡിയിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് വരും, സിഗ്നേച്ചർ വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഒരു പറയാൻ പറ്റില്ല ഇതിന് ഇങ്ങനെ ഇമെയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇമെയിൽ ഒരു സെമി സ്ട്രക്ചർഡ് ഡേറ്റയാണ്. പിന്നെ നമ്മളുടെ ജെയ്സൺ ഫോർമാറ്റ്, നമ്മൾ സെർവറിൻ്റെ റിക്വസ്റ്റ് റെസ്പോൺസ് എല്ലാം ജെയ്സൺ ഫോർമാറ്റിലാണ്. എന്നാൽ നമുക്ക് ഡേറ്റാബേസ് ഒക്കെ കൂടുതലും വരുന്നത് ഈ പറഞ്ഞ ടാബുലർ ഡിസൈനാണ്. ടാബുലർ ഡിസൈൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് NoSQL എന്ന് പറഞ്ഞ ഫോർമാറ്റ് എന്ന് വന്നത്. ഈ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമാണ്. കാരണം സ്ട്രക്ചർ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു പ്രശ്നം ഈ പറഞ്ഞ ടാബുലർ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പാഴ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് ബുദ്ധിമുട്ടൊന്നുമല്ല, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതുകൊണ്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലേക്ക് വന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക്ഷീറ്റ്സിനെ അല്ലെങ്കിൽ ടേബിൾസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞാൻ എപ്പോഴും വിളിക്കുന്നത് എക്സൽ ഷീറ്റിനെ ഒരു ഡേറ്റാബേസ് തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഡേറ്റാബേസിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിനകത്തുണ്ടെന്നേ. നിങ്ങൾക്ക് ഫോറിൻ കീസ് ഉണ്ടാക്കാം, പ്രൈമറി കീസ് ഉണ്ടാക്കാം, അതിനെ വെച്ച് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സോ സ്ട്രക്ചേർഡ് ഡേറ്റ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ റീഡബിലിറ്റിയുടെ ബേസിലാണ്. അത് മെഷീൻ ആയാലും ഹ്യൂമൻ ആയാലും രണ്ടുപേർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ല, സ്പ്രെഡ്ഷീറ്റ് എന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അത് ഞാൻ പറഞ്ഞു കോളം ഉണ്ടാവും. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു കീ എന്ന് വിളിക്കാം. എന്ത് ചെയ്യുന്നു? എന്ത് തരം ഡേറ്റയാണ് ആ കോളത്തിലുള്ളത്, മറ്റുള്ള ഇനി വരാൻ പോകുന്ന റോസിൽ എന്ത് തരം ഡേറ്റയാണെന്ന് പറയുന്നതിലാണ് ഈ പറഞ്ഞ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പേരേ വരാൻ പാടുള്ളൂ. അതാണ് നെയിം എന്ന് ഇട്ടേക്കുന്നത്. അപ്പം ഒൺലി നെയിംസ്, അതിപ്പം സിറ്റി നെയിംസ് ആവാം, ആൾക്കാരുടെ പേരാവാം, എന്തും ആവാം. അപ്പം സർനെയിം എന്ന് ആടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയി. അപ്പം ഓക്കെ, ഹ്യൂമനായി. അതുപോലെ റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതാണ് റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. കാരണം റോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ റെക്കോർഡ്സ് മുഴുവനുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ജോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനെയാണ് റെക്കോർഡ്സ് എന്ന് വിളിക്കുക, വാല്യൂസിന്. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 പേരുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം 10 പേര് ഉണ്ട്, 10 റെക്കോർഡ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ റോസിനെ വിളിക്കുന്നത് റെക്കോർഡ്സ് എന്നാണ്, അല്ലെങ്കിൽ ഓബ്ജക്ട്സ് എന്ന് വിളിക്കും. കാരണം ഓബ്ജക്ട്സ് അറിയാലോ, നമ്മുടെ ഒരു സാധനത്തെ ഇതിനെ ഒരു ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അതുകൊണ്ട് നമുക്ക് മറ്റേനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. പിന്നത്തത് സെല്ലാണ്. സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ എക്സൽ, ഏറ്റവും ചെറിയ എക്സലിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് സെല്ലെന്ന് വിളിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം. എന്ന് വെച്ചാൽ ഒരു റോയും കോളവും മുട്ടുന്ന എവിടെയാണോ അതിനെയാണ് സെല്ലെന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഒരു സെല്ലാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതൊരു വേരിയബിളാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോളം നമ്പർ എന്താണോ, അല്ല കോളത്തിൻ്റെ നെയിം എന്താണോ, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ I, അതേപോലെ തന്നെ റോ എവിടെയാണ് 9, I9 എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഈ സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി ഇതാ ഇവിടെ കിടപ്പുണ്ട്. സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ I9. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് പോയിൻ്റർ ഉള്ള സ്ഥലമാണ് ഈ പറഞ്ഞ സെല്ല്. സ്മോളസ്റ്റ് യൂണിറ്റാണ്. ഇതിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഇതിനെ ഞാൻ വേരിയബിൾ എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ I9 = സം വാല്യൂ, അപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. എന്താണെന്ന് നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഇത് സെല്ലൊരു വേരിയബിൾ തന്നെയാണ്, വിച്ച് ഹോൾഡ്സ് എ ഡേറ്റ. അപ്പോൾ എന്ത് തരം ഡേറ്റ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും? എ സെൽ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ്. അതുപോലെ തന്നെ സെല്ലിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? റോ ഡേറ്റ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഡേറ്റ്, ടൈം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫോർമുലാസ് ഓഫ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. നമുക്ക് ഇനി വരാൻ പോകുന്ന സെഷൻസ് ഉണ്ട്, ഫംഗ്ഷൻസ് എന്താണെന്ന് നമുക്ക് കവർ ചെയ്യാം. ഫോർമുലയും ഫംഗ്ഷനും നമ്മൾ വ്യത്യാസം നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു സെല്ലിൻ്റെ റെഫറൻസും ആവാം. അതായത് ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു I9 നിൽക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ 37 എന്ന് പറഞ്ഞ വാല്യൂവിനൊക്കെ ഇടാം.
അപ്പോൾ മറ്റൊരു പോയിന്റ്, എൻ്റെ ഇതിനകത്ത് ഡേറ്റ ഇല്ല ആക്ച്വലി, ഉണ്ടോ ഇതിനകത്ത് ആക്ച്വലി പാരാമീറ്ററൈസ്ഡ് ആണ്. ആ ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു സെല്ലിൽ നിന്ന് റെഫർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ റെഫർ ചെയ്യുകയും ചെയ്യാം. അപ്പം 3 തരത്തിൽ പറ്റും. നിങ്ങൾക്ക് റോ ഡേറ്റ ആണെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മറ്റൊരു സെല്ലിനെ റെഫർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലാസോ ഫംഗ്ഷൻസോ ഉപയോഗിക്കാം. എന്താണ് വർക്ക്ഷീറ്റ്? എ വർക്ക്ഷീറ്റ് ഇസ് എ ടേബിൾ. നമ്മളിപ്പോൾ കണ്ടത് ഒരു ടേബിളാണ്, അതിനെ ഒരു വർക്ക്ഷീറ്റ് എന്ന് വിളിക്കാം. വിച്ച് ഈസ് ആൻ എൻറ്റയർ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോളം അല്ല, റോ അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്നതിനെയാണ് നമ്മൾ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ ഈ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളാണ്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് ഒരു വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ടേബിൾ വിച്ച് കണ്ടെയ്ൻസ് എ എൻറ്റയർ ഡാറ്റ സെറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ഇതിലേക്ക് വരണോ അത് സ്കീമാറ്റിക് റെപ്രസെൻ്റ് ഇതിപ്പോൾ ഡേറ്റയുടെ ഭാഗമാകുന്നില്ല, കാരണം നമുക്ക് ടാബുലർ ഡിസൈൻ ഒന്നുമല്ല. ഇത് എവിടെയോ കിടക്കുന്ന സാധനമാണ്. ഇതിന് സെറ്റിന് ഹെഡേഴ്സ് ഇല്ല, സ്കീമില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഡേറ്റ സെറ്റ്. ഇതിനെയാണ് ഒരു വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ വർക്ക്ഷീറ്റ് അല്ല, കണ്ട് ഒരുപാടുണ്ട്, ഡസൻറ്റ് മാറ്റർ. പക്ഷേ നമ്മളുടെ ഡേറ്റ എവിടെ വരെ ഉണ്ടോ അതിനെയാണ് നമ്മൾ വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. എക്സലിലാണെങ്കിൽ നമുക്ക് ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഷീറ്റ് 1 ആണ്. ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. ഇതിൽ ഡാറ്റാബേസിൻ്റെ കേസിലാണെങ്കിൽ ഇതിനകത്ത് ടേബിൾസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ടാവും. ഒന്ന് യൂസർ ടേബിൾസ് ഉണ്ടാവും, നമ്മൾ അറിയാം, പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. യൂസർ ടേബിൾസ് ഉണ്ടാവും, പോസ്റ്റ് ടേബിൾ ഉണ്ടാവും, ലൈക്ക് ടേബിൾ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സലിലും ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയുള്ളത് നമ്മളുടെ ഫങ്ഷൻസ്. ഞാനത് ഫങ്ഷൻസൊക്കെ നമ്മളുടെ പൈത്തൻ്റെ കേസിൽ കവർ ചെയ്തതാണ്. നിങ്ങൾ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റിൽ നോക്കണ്ട, ഇതിനെ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. ആ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുന്നൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൗസിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. കീബോർഡിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ഡാറ്റ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളത്. മോണിറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സലിലും നമുക്ക് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഒരുപാട് എക്സൽ ഉണ്ടാക്കിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റ്. അത് നമുക്ക് ഉണ്ടാക്കണ്ട, അതുമല്ല നമുക്ക് കുറച്ചുകൂടെ പണി എളുപ്പമാക്കി തരുന്നതാണ് ഈ പറഞ്ഞ ഫംഗ്ഷൻസ്. ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ഒരു ടാബുണ്ട്. ആ ടാബിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കാറ്റഗറീസ് ആണ്. ഓട്ടോസമ്മിന് ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്, റീസെൻ്റ്ലി യൂസ്ഡ് ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്, ലോജിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്, ആൻഡ്, ഓർ, ഇഫ്, ബൂളിയൻ, ടെക്സ്റ്റ് ബേസ്ഡ്, അതിൻ്റെ ക്യാരക്ടർ ലെങ്ത്, കോഡ് ക്ലീൻ ചെയ്യാൻ, ലെഫ്റ്റ് റൈറ്റ്, അതിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ചെയ്യാനും, അപ്പർ വാല്യൂ, അങ്ങനെയുള്ള കുറേ ഡേറ്റ് ടൈമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. അതിനകത്ത് മന്ത് എടുക്കണോ ഡേയ്സ് എടുക്കണോ അങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ട്. പിന്നെ ലുക്കപ്പ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, നമ്മളുടെ ഡേറ്റയെ മറ്റൊരു ഡേറ്റ ടേബിളിൽ നിന്നോ സെല്ലിൽ നിന്നോ ഒക്കെ റെഫർ ചെയ്തുകൊണ്ടിരുന്ന സാധനം. പിന്നെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള സാധനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സം എന്ന് പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് പറയും, ആഡ്സ് ഓൾ ദ നമ്പേഴ്സ്, അതിൻ്റെ സിൻറ്റാക്സ് വരും. ഇതാണ് എൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ആയതും കിട്ടും, എങ്ങനെ ഉപയോഗിക്കണം എന്ന് വരെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ആവറേജ് എടുക്കുക, റിട്ടേൺസ് ആർ ആവറേജ് അരിത്മെറ്റിക് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ എന്താണ് ഒരു ഫോർമുലയും ഫംഗ്ഷൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെല്ലിൽ ഒരു ഈക്വൽ ടു സൈൻ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫോർമുലയായി. ഓക്കെ, ഫോർമുലയ്ക്കകത്ത് എന്തൊക്കെ വരാം? ഫോർമുലയ്ക്കകത്ത് ഫങ്ഷൻസ് വരാം, നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് വരാം, നിങ്ങളുടെ ഡേറ്റ വരാം, എല്ലാം വരാം. എന്ന് വെച്ചാൽ 1+2 എന്നടിച്ചാൽ അതൊരു ഫോർമുലയായി. അതുപോലെ ഞാൻ പറയുന്നു സം ഓഫ് 1,2 അതൊരു ഫോർമുലയായി. എന്ന് വെച്ചാൽ ഈ ഫോർമുലയ്ക്കകത്ത് എന്താ വന്നേക്കുന്നത്, ഒരു ഫങ്ഷനാലിറ്റി വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് 2 ഡേറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നെവർ മൈൻഡ്. അപ്പോൾ അങ്ങനെ 2 ഫീച്ചർ കൊടുക്കുമ്പോൾ എന്തിനാണ് നമുക്ക് ആ ഒരു എന്തിനാണ് പറഞ്ഞ ഫങ്ഷൻസ് വെച്ചേക്കുന്നത്? അതിൻ്റെ ഉദാഹരണം നോക്കാം. ഞാനിവിടെ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് തരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നു 1, 2, 3, 4, 5 അല്ലെ 4. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോളം ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നു ഈക്വൽ ടു, കാരണം ഫോർമുല അല്ലേ, ഈക്വൽ ടു ഇട്ടപ്പോൾ തന്നെ ഫോർമുലയായി. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 1 + 2 + 3 + 4 + 4. ഉത്തരം 14ആണ്. യൂസ് ഫങ്ഷൻസ്. ഇനി നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പോകണം. നേരത്തെ പറഞ്ഞ പോലെ ഫോർമുലയായി. ഫോർമുലയ്ക്കകത്ത് എന്തൊക്കെ വരാം? ഫങ്ഷൻ വരാം.
ഫംഗ്ഷൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗ്ഷൻ നെയിം, പിന്നെ നമ്മളൊരു പാരാന്തസിസ് ഇടാം. ഫംഗ്ഷൻ ഞാൻ പൈത്തൺ പഠിപ്പിച്ചതാണ്. ഫംഗ്ഷൻ പാരാന്തസിസ് ഇടുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രാക്കറ്റ് ഇടുന്നു. ആ ബ്രാക്കറ്റിലേക്ക് വരുന്ന വാല്യൂസ് ആ ഫംഗ്ഷൻ്റെ എന്താ പറയുക ഫംഗ്ഷനാലിറ്റിയെ മാറ്റിക്കളയും, എന്നുവെച്ചാൽ ഫ്ലെക്സിബിൾ ആക്കും. അതുകൊണ്ടാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കുക. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റി മാറും. എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു വൈ ഓഫ് എക്സ് എക്സ് ഇസിക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടില്ലേ? എക്സോ വൈയോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷനാലിറ്റിയുടെ ഔട്ട്പുട്ട് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് എന്തും വരാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പറല്ലല്ലോ, നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിൽ കോൾ ചെയ്തൂടെ? പക്ഷേ ഫോൺ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഫംഗ്ഷൻ ഒന്നേ ഉള്ളൂ. പക്ഷേ ഫംഗ്ഷനാലിറ്റി നിങ്ങൾ എടുക്കുന്ന ആർഗ്യുമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും വിളിക്കാം. അമേരിക്ക വിളിക്കാം, യു എസിൽ വിളിക്കാം, യു കെയിൽ വിളിക്കാം, യൂറോപ്പിൻ്റെ എവിടെ വേണമെങ്കിലും വിളിക്കാം. അതിൻ്റെ കാരണം ഈ പറഞ്ഞ ആർഗ്യുമെൻ്റ് വെച്ചിട്ട് ഫംഗ്ഷനെ ഫ്ലെക്സിബിളാക്കി, റീയൂസബിളായി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക്. എന്ന് പറഞ്ഞ പോലെ ഫംഗ്ഷൻ വിത്ത് എ പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷനായി. ഫംഗ്ഷൻ നെയിം വിത്ത് പാരാന്തസിസ്. അപ്പം പാരാന്തസിസിൽ എന്താ കൊടുക്കേണ്ടതെന്നുള്ളതാണ് അടുത്തത്. ഇപ്പോൾ സമ്മിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിങ്ങനെ ഞാനിപ്പം എപ്പോഴും ഫോർമുല എഴുതണമെങ്കിൽ ഈക്വൽ ടു ഇട്ട് എഴുതണം. എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് നമുക്കൊരു സജഷൻ പോലും തരുന്നുണ്ടോ? അപ്പോൾ ഞാൻ സം എടുത്തു, പക്ഷേ എറർ വന്നു, കാരണം ഞാൻ ബ്രാക്കറ്റ് ഇട്ടില്ല. കാരണം ഇപ്പോഴാണ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയത്. ഇനി നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ ഇത് തന്നെ സജഷൻസ് പറയുന്നുണ്ട്. നമ്പർ 1 രണ്ടാമത്തെ നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കോമ ഇടണം. രണ്ടേ ഉള്ളൂ. പ്ലസ് മൈനസ് ഒന്നും ഇടണ്ട. നിങ്ങൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. സം ഫംഗ്ഷൻ അറിയാം എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് അറിയാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു 1, 2, 3, 4, ഉത്തരം 14 ആണ്. നൗ യൂസ് റേഞ്ച് ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഇതിപ്പോൾ 5 ഡേറ്റേ ഉള്ളൂ, 5 റെക്കോർഡ്സ് അല്ലേ ഉള്ളൂ, പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ വാട്ട് ഇഫ് ഇറ്റ് ഈസ് എ മില്യൺ റെക്കോർഡ്സ്? ഉദാഹരണം അറിയാമല്ലോ, നമുക്കിപ്പോൾ അറിയാം മില്യൺ ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ നമുക്ക് മില്യൺസിൻ്റെ കണക്ക് പറയുമ്പോൾ പാടില്ല. അതെല്ലാം എഴുതുന്ന എക്സലാണെങ്കിലോ ഇത് എത്ര വേണമെങ്കിലും എഴുതണ്ട, എഴുതി അങ്ങ് പോവാം. ഇതിനിങ്ങനെ ഡേറ്റ ലിമിറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് മില്യൺ റെക്കോർഡ്സ് ഉള്ളൊരു ടേബിളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോയില്ല, പണിവാളി. നിങ്ങൾ കുത്തിയിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ അറേയ്സും റേഞ്ചസും എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസൻറ്റ് സെൽസോ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെൽസിനെ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു സെല്ലെന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. വേരിയബിൾസിലൊരു വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സെല്ലിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അറിയാമല്ലോ, നമ്മളന്ന് കണ്ടതല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പ്രോഗ്രാമിലൂടെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറയുന്നു J9-നകത്ത് എൻ്റെ സർനെയിം ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ നെയിം ഈസ് ഈക്വൽ ടു I9 പ്ലസ് J9. അപ്പോൾ ഞാൻ പറയുന്നു പ്രിൻ്റ് ഫുൾ നെയിം. ഇത് പൈത്തണിനകത്ത് ഞാൻ റൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം വരണം. അപ്പോൾ ആ സമയത്തേക്ക് ഈക്വൽസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ പൈത്തണിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനായി. ഇപ്പോൾ നമ്മൾ കണ്ടോ I9 എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്, J9 എന്ന് പറഞ്ഞ വേരിയബിളാണ്, അതിലെ വാല്യൂസാണ് ഇക്വേറ്റ് ചെയ്തത്. എന്നതുപോലെ തന്നെയാണ് എക്സൽ ഷീറ്റിലെയും കേസ്. നിങ്ങൾ കൊടുക്കുന്നത് അറിയാലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് I2, I3, I4, അതെവിടെ മാറുന്നുണ്ടോണേ I4 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേരിയബിൾ നെയിംസാണ്. ആ വേരിയബിളിലേക്ക് കിട്ടിയേക്കുന്ന വാല്യൂസാണ്. നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് ആവാം, റോ ഡേറ്റ ആവാം, അല്ലെങ്കിൽ ഫോർമുല ആവാം, എന്തും ആവാം. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഞാൻ കൊടുക്കുന്നത് റേഞ്ചാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ റേഞ്ച് അങ്ങ് സെലക്ട് ചെയ്യാണ്. ഞാൻ പറയാണ് I2 മുതൽ I6 വരെയുള്ള വാല്യൂസിനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യണം. 14. നമ്മൾ ആദ്യം കൊടുത്തത് ഫോർമുലയായിട്ട് കൊടുക്കുന്നു, നോ ഫങ്ഷൻസ്. രണ്ടാമത്തതിനകത്ത് ഫങ്ഷൻ കൊടുക്കുന്നു. രണ്ടാമത്തതിനകത്ത് ഫംഗ്ഷൻ കൊടുത്തു, സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു. എന്നാലും നമ്മൾ കൊടുത്തത് വീണ്ടും നമ്മൾ വാല്യൂസിനെ പാരാമെട്രൈസ് ചെയ്യാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇൻ കേസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 5 പണിവാളി.
ഈ 4 മാറ്റിയിട്ട് ഞാനിവിടെ പറയുകയാണ് 5 എന്നാക്കി. 14 മാറ്റം വന്നില്ല, പക്ഷേ റേഞ്ചിൽ മാറ്റം വന്നു. കാരണം എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് I6 വരെയുള്ള വാല്യൂ എടുക്കാനേ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ വേരിയബിളിനകത്തുള്ള വാല്യൂ എടുക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം ആ വാല്യൂ ഇട്ട് കൊടുത്തു. ഇവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക, അതായത് ഫോർമുലാസ് നിങ്ങൾ മാനുവലി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനകത്ത് നിങ്ങൾ മാനുവലി ഡേറ്റ എൻട്രി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്. ഹ്യൂമൻ എറർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും പാരമെട്രൈസ് ചെയ്ത് പോവുക. ഇതിനെയാണ് പാരമെട്രൈസ് എന്ന് പറഞ്ഞാൽ. പൈത്തൺ പഠിച്ചാലേ എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻസിലേക്ക് കൊടുക്കുന്ന വാല്യൂസിനെയാണ് ആർഗ്യുമെൻറ്റ്സ് വിളിക്കുന്നത്. f(x)നകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ആർഗ്യുമെൻറ്റ് I2 മുതൽ I16 വരെയുള്ള വാല്യൂ ആണെന്ന് വെച്ചാൽ ഒരു റേഞ്ചാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ഇവിടെ കൊടുത്തതെന്ന് പറഞ്ഞാലോ നമ്പേഴ്സാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ നമ്പേഴ്സാണ് കൊടുക്കുന്നത് 1, 2, 3, 4, 5. ഇതിനകത്ത് ഞാൻ പറയുന്നു 5 ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്തു. സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എത്ര വേണമെങ്കിലും എടുക്കും. എന്ന് വെച്ചാൽ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണ്. ഒരെണ്ണമെങ്കിലും മിനിമം വേണം, ഒന്നല്ല 2 എണ്ണം. സോ നോക്കാം ഈസ് ഈക്വൽ ടു സം ഓഫ്. കണ്ടോ, there is a problem with the formula, not trying to type the formula when the first character is equal to എന്താണ് എന്താ ഒരു എന്ന് വെച്ചാൽ ഈ പറഞ്ഞില്ലേ empty ആണ് സ്ട്രിങ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 1 കൊടുത്തു, അപ്പോൾ 1 കിട്ടി. 1 + 0 എന്ന് വെച്ചാൽ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1 + 0 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ മിനിമം ഒന്നെങ്കിലും കൊടുത്തിരിക്കണം, അതാണ് ആർഗ്യുമെൻറ്റ്. അപ്പം സം എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയുടെ 1 ആർഗ്യുമെൻറ്റ്, അതിനെന്താ റിക്വേർഡ് ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുന്നത്. റിക്വേർഡ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കണം, ആ കൊടുത്തില്ലെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് എറർ തരും. അതുകൊണ്ടാണ് റിക്വേർഡ് ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സിംഗിൾ ആർഗ്യുമെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തോളൂ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഞാൻ പാസ് ചെയ്യാം. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഞാൻ പറയുന്നു 2, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റും പാസ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യാം. എന്നുവെച്ചാൽ 1 or many ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നെയിം സർനെയിം എന്ന് 2 കോളം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിവിടെ പറയുന്നു അബു ഹാരിസ്, ഇവിടെ സാലിഹ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോളം ഉണ്ട്, അതും കൂടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ എക്സലിൽ തന്നെ പറയുന്നുണ്ട് യു ക്യാൻ യൂസ് കൺകാറ്റനേറ്റ്. ഇപ്പോഴും ഫോർമുല ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈക്വൽ ടു ഇട്ടിരിക്കണം. അപ്പോൾ കൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇറ്റ് ഇസ് f(x) ആണ്, ഫംഗ്ഷനാണ്. കൺകാറ്റനേറ്റ് ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓൺ ടെക്സ്റ്റ് സെറ്റിംഗ് സ്ട്രിങ്സ് എന്ന് വെച്ചാൽ ടെക്സ്റ്റിനെ കൺകാറ്റനേറ്റ് ചെയ്യലാണ് ഇതിൻ്റെ പണി. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നു, ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തില്ല, കൺകാറ്റനേറ്റ് ബ്രാക്കറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ചോദിക്കുന്നുണ്ട് ഫസ്റ്റിലത്തെ. അപ്പോൾ ഞാൻ പറയുന്നു ടെക്സ്റ്റ് അബു ഹാരിസ് ആണ്, പക്ഷേ അബു ഹാരിസ് ആണ് നേരിട്ട് പറയുന്നില്ല. ആ സെൽ റെഫറൻസ് P2 എന്ന് പറഞ്ഞ സെൽ റെഫറൻസ് കൊടുക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്, അത് കോമയാണ്. സോ കോമ കൊടുത്തു. സോ സെലക്ടിങ് ദ സെക്കൻഡ് വേരിയബിൾ, ഞാൻ വേരിയബിൾ എന്ന് വിളിക്കുന്നുണ്ട്, സെല്ലെന്ന് വിളിക്കുന്നില്ല, വേരിയബിളിനെ എടുക്കുന്നു. സോ കൺകാറ്റനേറ്റ് ചെയ്യുന്നു. വി ഹാവ് എ പ്രോസസ്ഡ് ഡേറ്റ എന്ന് വെച്ചാൽ നമ്മളിത് യൂസർ അടുത്ത് ചോദിച്ചില്ല, യൂസർ തന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ കൊടുത്തതാണ്. ഈ തന്ന ഡേറ്റയാണ് നമ്മൾ റോ ഡേറ്റ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെയാണ് റോ ഡേറ്റ. അതിന് വലിയ മീനിങ് ഒന്നും ഉണ്ടാവത്തില്ല, അത് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ഇൻസൈറ്റ്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അത് നമുക്ക് കിട്ടിയ ഡേറ്റയിൽ നമ്മൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ യൂസർ എത്ര സമയത്ത് വന്നു, അടുത്ത സമയത്ത് ലോഗിൻ ചെയ്ത് എത്ര മണിക്കാണ്, ഇയാൾ എത്ര നേരം ആ സെഷനിൽ ലോഗിൻ ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കണക്ക് കൂട്ടുന്നൊരു മെട്രിക്സ് ഉണ്ട്. അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കിട്ടിയ ഡേറ്റയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് ആ പ്രോസസ്സിംഗ് ആണ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് ചില ഫങ്ഷനാലിറ്റിയിൽ നമുക്ക് ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ കൗണ്ട് ഇഫ്സ്, കൗണ്ട് ഇഫ് അല്ല, ഏതായിരുന്നു ഫങ്ഷൻ, ആവറേജ്. ഇതിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് ചോദിക്കുക എന്നുള്ളതാണ്. ഹിന്ദി ചോദിക്കും എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ തന്നേക്കുന്ന വാല്യൂസൊക്കെ ഡോട്ട് കോമ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ തരുന്നുണ്ടല്ലോ.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് പാരാമീറ്റേഴ്സാണ്, അതൊന്ന് കൊടുക്കണം നമുക്ക് നിർബന്ധമായിട്ടും. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഇപ്പം ഉദാഹരണം ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഓപ്ഷണൽ പാരാമീറ്റേഴ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ലത്. അതുകൊണ്ടാണ് ഓപ്ഷണൽ പാരാമീറ്റേഴ്സിന് ഹിൻ്റായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ സ്ക്വയർ ബ്രാക്കറ്റ്. സോ ഇത്രയേ ഉള്ളൂ ഓൾ അബൌട്ട് ഫങ്ഷൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് ഇനി വരാനുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അങ്ങനെ തന്നെ കുറേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ പറഞ്ഞ എക്സൽ ഷീറ്റിൻ്റെ ബേസിക്സ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിംഗിൾ ടേബിളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സിംഗിൾ ടേബിളിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസ് വെച്ചിട്ട് ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് ഉണ്ട്. ആ സാമ്പിൾ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് നമുക്കത് ആവശ്യമുള്ള ഫങ്ഷൻസ് മാത്രം എടുക്കാം. അതിനുശേഷം നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ ലുക്കപ്പ് ഫങ്ഷനാലിറ്റി ഒക്കെ ഉപയോഗിക്കുന്നത്. 2 ടേബിളും മൾട്ടിപ്പിൾ ടേബിൾസൊക്കെ വരുന്ന സമയത്താണ്. സോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വി ഹോപ്പ് ടു സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.